ഇന്നലെ +2 ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞു. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ കണ്ട 2 ഹെഡിങ്ങുകളാണ്. ഒന്ന് +2 ഫിസിക്സ് പരീക്ഷ കുട്ടികളെ വലച്ചു, കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കടുപ്പിച്ച് +2 ഫിസിക്സ് പരീക്ഷ. ഇതിൽ പത്രറിപ്പോർട്ടിൽ പറയുന്ന വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഏറെയും എൻട്രൻസ് മാതൃകയിലുള്ളവയായിരുന്നു. ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിലൂടെ കുട്ടികളുടെ ഓർമ്മശക്തി വിലയിരുത്തുന്നതിന് പകരം പ്രായോഗിക പരിജ്ഞാനമാണ് വിലയിരുത്തിയിരിക്കുന്നത്. നല്ലൊരു കോമഡിയാണ്. അതായത് പ്രശ്നമായി പറയുന്നത് എന്താണ്? ഓർമ്മശക്തി അല്ല വിലയിരുത്തിയിട്ടുള്ളത്, നേരെ മറിച്ച് കുട്ടികൾക്ക് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടോ എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. അത് വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് പത്രത്തിൽ അധ്യാപകരൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നത്. അടുത്തൊരു പത്രറിപ്പോർട്ടിൽ പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ പോലും അല്പം ആലോചിക്കാതെ എഴുതാനാകാത്ത സ്ഥിതിയായിരുന്നു എന്നുള്ളതാണ്. ഇത് നല്ലൊരു കോമഡിയാണ്. അതായത് ആലോചിക്കാതെ എഴുതാവുന്ന ചോദ്യങ്ങളാണ് വേണ്ടത്, അപ്പൊ ആലോചിക്കാതെ എഴുതാനാവാത്ത സ്ഥിതിയിലാണ് ഈ ചോദ്യങ്ങൾ ഉള്ളത്. അതേപോലെ തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലളിതമാണെങ്കിലും വഴി അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഇപ്പോ എക്സാം ടഫായാല് നേരെ പിറ്റേ ദിവസം പത്രത്തിലാണ് വരിക, എന്താണ് എക്സാം ടഫാണ്, ഇത് കുറെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ പത്രത്തിൽ വരും. എന്നിട്ട് അത് വേറെ കുറെ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആളെ തലയിലോട്ടിടും. അതേപോലെ തന്നെ ഇങ്ങനെ കുറെ വാചക കസർത്തുകൾ, ഓർമ്മശക്തിയാണ് പരിശോധിക്കേണ്ടത്, പകരം പ്രായോഗിക പരിജ്ഞാനം നോക്കി. അതേപോലെ തന്നെ ഉത്തരം ലളിതമാണെങ്കിലും വഴി എളുപ്പമായിരുന്നില്ല. ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾക്ക് പോലും ആലോചിക്കാതെ ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ച് ഉത്തരം എഴുതുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. പ്രായോഗിക പരിജ്ഞാനം അളക്കുന്നത് വേറെന്തോ വലിയൊരു പ്രശ്നമാണ്. വഴി കുറച്ച് ബുദ്ധിമുട്ടാകുന്നത് എന്തോ പ്രശ്നമാണ്. ഇതിങ്ങനെ പ്രശ്നവൽക്കരിച്ചത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഗുണം എന്നുള്ളത് ഇവിടുത്തെ പത്രക്കാർ മൊത്തത്തിൽ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും പേപ്പർ എടുത്ത് നോക്കി. എനിക്കൊരു സ്റ്റാൻഡേർഡ് പേപ്പർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഓവർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ അല്ല. ഇത് കണ്ട ആൾക്കാരൊക്കെ CBSE ഫിസിക്സ് എക്സാം ഇത്തവണ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ ആവട്ടെ, കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, ഡെഫിനിഷൻസ് ചോദിച്ചിട്ടുണ്ട് ജനറലി. അതേപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതും വളരെ എക്സ്ട്രാ ഓർഡിനറി പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എഴുതാനുണ്ട്. അതായത് ഒരു ഗ്രാഫൊക്കെ നോക്കിയിട്ട് ഇതിൽ നിന്ന് എന്താണ് എന്നൊക്കെ ചൂസ് ചെയ്ത് അങ്ങനെ എഴുതേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരാളൊന്ന് ചിന്തിപ്പിക്കുന്ന ചോദ്യ പേപ്പറാണ്. എന്നാൽ ഒരാൾക്ക് പാസ്സാവാന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നല്ല മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി പഠിച്ച ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത്ര വളരെ ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ഒന്നുമില്ല. പിന്നെ കുറെ ആളുകളുടെ പരാതി ഇത് മോഡൽ എക്സാമിന് വിരുദ്ധം. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സാമിന് മുമ്പുള്ള ചോദ്യങ്ങളുടെ റിഹേഴ്സൽ ഒന്നല്ല. മോഡൽ എക്സാം എന്നുള്ളത് എത്രത്തോളം നിങ്ങളെ പഠിച്ചു തീരാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് മോഡൽ എക്സാം എന്നുള്ളത്. അതിൽ നിന്ന് വലിയൊരു പാറ്റേൺ ചേഞ്ച്, ജനറലി ഒരു എക്സാമിനുള്ളതിൽ അപ്പുറമുള്ള ഒരു വലിയൊരു പാറ്റേൺ ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എക്സാം ഒരു നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്നുള്ളത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ എയറിലാവാൻ കുറെ ആൾക്കാർ ചീത്ത വിളിക്കും, അതൊക്കെ വേറെ കാര്യം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ എനിക്ക് ഇതിന്റെ കൂടെ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ കുട്ടികളെ കുറിച്ച് പരാതി പറയുന്നത് ഇത് മൊത്തം അടിപിടിയാണ്, കുറെ കഞ്ചാവാണ്, കുറെ പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നുള്ളതൊക്കെ. ഇതൊന്നും കുട്ടികളുടെ കുറ്റമല്ല, അല്ലെങ്കിൽ കുട്ടികളെ കുറ്റം പറയാൻ എല്ലാ കാലഘട്ടത്തിലും ഇതേപോലത്തെ അടിപിടികളും അതേപോലെ തന്നെ ഡ്രഗ് കേസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത്. ഇപ്പൊ കൂടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യവസ്ഥയുടെ പരാജയമാണ്, അല്ലാതെ കുട്ടികളുടെ പരാജയമല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ വളരെ അടുത്ത സമയത്താണ് ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട ഒരു പയ്യൻ, ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടത്. അവനെ കൊന്നത് അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടത് എന്താണ്, അവന്റെ അല്ലെങ്കിൽ അവന്റെ പ്രായത്തിലുള്ള അതേ ആളുകളുടെ അടിയേറ്റിട്ടാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് SSLC പരീക്ഷ നടക്കുന്ന സമയമാണ്. എത്ര ഗൗരവത്തോടെയായിരുന്നു നമ്മുടെ കുട്ടികളും നമ്മുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ SSLC പരീക്ഷയെ മുമ്പ് കണ്ടിരുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് SSLC പരീക്ഷയുടെ ഒരു 1-2 ആഴ്ച മുൻപുള്ള സമയത്ത്, അത് മോഡൽ എക്സാം ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. അതായത് പരീക്ഷ എഴുതേണ്ട ദിവസം, പരീക്ഷയുടെ തലേ ദിവസമാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും മറ്റൊക്കെ അകപ്പെടുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഗൗരവമായിട്ട് പരീക്ഷയെ കാണുന്നുണ്ട്? നമ്മുടെ കുട്ടികൾ പരീക്ഷയെ ഗൗരവമായി കാണാതിരിക്കാനുള്ള റീസൺ എന്താണ്? പരീക്ഷകൾ അത്രത്തോളം എളുപ്പമായിട്ട് അവർക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തലേ ദിവസം എവിടെയെങ്കിലും കുറച്ച് ലൈവ് കണ്ടാൽ, അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് വായിച്ചാൽ, തലേ ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ A+ എന്നുള്ളൊരു ചിന്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2007 ഞാൻ SSLC പഠിച്ച സമയത്ത് 4000 ആളുകൾക്കാണ് 4.5 ലക്ഷത്തിൽ SSLCയിൽ A+ കിട്ടിയത്. കഴിഞ്ഞ തവണ 2024 അത് 70,000 ആണ്.
കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം 17 ഇരട്ടി കൂടി എന്നുള്ളൊരു അഭിപ്രായമൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ബാറ് താഴ്ത്തി വെച്ചു, നമ്മൾ പരീക്ഷകൾ എളുപ്പമാക്കി. ഈ പരീക്ഷകൾ എളുപ്പമാക്കുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരെ ലക്ഷ്യബോധം ഇല്ലാതാക്കാനേ കാരണമാവുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ ലക്ഷ്യബോധം, അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, പരീക്ഷ വലിയൊരു ഹേർഡിലായിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താ, അപ്പൊ ഇനി പരീക്ഷയുടെ തലേ ദിവസമോ 2 ആഴ്ച മുമ്പോ പ്രത്യേകിച്ച് കളിച്ച് നടന്നാലും കുഴപ്പമൊന്നുമില്ല, തല്ലുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇനി കഞ്ചാവ് അടിച്ച് പരീക്ഷയ്ക്ക് പോയാലും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പോയാലും പാസ്സാവുന്ന ഒന്നേ ഉള്ളൂ പരീക്ഷ എന്നുള്ളതാണ് പല ആളുകൾക്കും തോന്നുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒന്നും ഡിഫിക്കൽട്ട് അല്ല, എല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് കുട്ടികളെ അക്കാഡമിക്കലി എൻഗേജ് ചെയ്യിക്കുന്നതിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് വലിക്കുന്നുണ്ട്. കുട്ടികളെ എന്താണ്, അവരെന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം. അക്കാഡമിക്കലി എൻഗേജ്ഡ് ആയ കുട്ടികൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, സ്പോർട്സിലുള്ള കുട്ടികൾ, ആർട്സിലുള്ള കുട്ടികൾ, മറ്റു പല ഹോബീസിലുള്ള കുട്ടികൾ. ഇതൊന്നും ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്ന എന്തായിരിക്കും, പരീക്ഷയും എക്സാമും അവന്റെ പഠനമൊക്കെ ആയിരിക്കും. അതിന്റെ ആവശ്യമില്ല അല്ലെ? എന്നിട്ട് നമ്മൾ വെറുതെ എൻട്രൻസ് ചോദ്യപേപ്പർ പോലത്തെ ചോദ്യം ഒന്നും ഇതിലിട്ടിട്ടില്ല. ഇതൊന്നും വിചാരിച്ച് ഇതാണ് എൻട്രൻസ് എന്ന് വിചാരിച്ച് ആരും പോകാൻ നിൽക്കണ്ട. ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻട്രൻസ് എഴുതാം. ഇല്ല, ഇത് എൻട്രൻസ് ലെവലുള്ള ചോദ്യമൊന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞ ഈ എക്സാമിന് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പരീക്ഷ ടഫായി എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ. ഇത് എല്ലാവർക്കും ടഫാണ്. ഇപ്പോൾ ടഫാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ടഫാണ്. എല്ലാവർക്കും A+ കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു 80-85 മാർക്ക് കിട്ടിയാൽ തന്നെ നല്ല മാർക്കാണ്. അത് ഒക്കെ അത്ര വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അപ്പൊ എല്ലാവർക്കും ടഫാവുന്ന ഒരു പരീക്ഷയെ കുറിച്ച് നമ്മൾ ഓവർലി വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടും ചെറിയൊരു പാറ്റേൺ ചേഞ്ച് ഒക്കെ വന്നത് മൂലം അല്ലെങ്കിൽ ആ കാരണം മൂലം പരീക്ഷ നന്നായി എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവരോടാണ് ഞാൻ പറയുന്നത്. ഒന്നും പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാനില്ല. കാരണം അത് പഠിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പഠിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. ആ പഠിച്ചവർക്കുള്ള അഡ്വാൻറ്റേജ് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠിച്ചവർക്കുള്ള അഡ്വാൻറ്റേജ് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഗോയിങ് ഫോർവേഡ് അവരുടെ ഓരോ സ്റ്റെപ്സിലും അത് ഉണ്ടാവും. അവരൊരു കോളേജ് ചൂസ് ചെയ്യുന്നിടത്ത് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, അവരൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നിടത്ത് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അല്ലാതെ എല്ലാവരെയും പാസ്സാക്കി വിടുന്ന, എല്ലാവർക്കും A+ കൊടുക്കുന്ന പരീക്ഷ എന്നുള്ളത് റിസർവ് ബാങ്ക് നോട്ടടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തതിന് തുല്യമാണ്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാ സാധനങ്ങളുടെയും വില കൂടും. കാരണം കറൻസിക്ക് മൂല്യം ഇല്ലാതാവും. അതേപോലെ തന്നെ എല്ലാവർക്കും A+ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ A+ന് മൂല്യം ഇല്ലാതാവും. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനും നിങ്ങളുടെ മാർക്കിനൊക്കെ വിലയില്ലാതാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ +1 +2 പരീക്ഷകൾ ഇനി അടുത്ത വർഷങ്ങളിൽ കൂടുതൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തൊക്കെയായാലും നിങ്ങൾ കൂടുതൽ പഠിക്കുക, പരാതികൾ പറയാതെ പഠിക്കുക. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പാരൻസിനോട് പറയാനുള്ളത്, കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വെച്ച് കൊടുക്കുക. അവർക്ക് ഈവൻ എല്ലാം അക്കാഡമിക്കലാവണം എന്നില്ല. ചിലപ്പോൾ അക്കാഡമിക്കലി അല്ലാതെ സ്പോർട്സ് നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടാവും, മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും, പാടുന്ന കുട്ടികളുണ്ടാവും, പ്രസംഗിക്കുന്ന കുട്ടികളുണ്ടാവും, എഴുതുന്ന കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എൻഗേജ്മെന്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു പരിചയം തീർക്കാൻ, അവരെ സംരക്ഷിക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയ വഴി. അല്ലാതെ നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവര് ആ ഒരു പ്രായമാണ്, അവർക്ക് നല്ല അവരുടെ ബുദ്ധിയും അവരുടെ കഴിവുകളും അവരുടെ കായിക ശേഷിയൊക്കെ നന്നായി ഉപയോഗിക്കേണ്ട പ്രായമാണ്. ആ ഉപയോഗിക്കേണ്ട പ്രായത്തിൽ നമ്മൾ അവർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അവർ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒബ്വിയസ്ലി പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ അടുത്ത്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറച്ചധികം ശ്രദ്ധ വേണം. ഇത്തരം പരാതികൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കുട്ടികളെ നല്ല രീതിയിലല്ല അല്ലെങ്കിൽ നല്ല രീതിയിലാക്കാനല്ല നിങ്ങൾ കാണുന്നത്. ഞാൻ പഠിച്ച കുട്ടിക്ക് A+ കിട്ടി അല്ലെങ്കിൽ എൻ്റെ നോട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കൺസേൺ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും നിങ്ങളുടെ കൺസേൺ അല്ല എന്നുള്ളതാണ് എനിക്ക് സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം X&Y ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. 6 മുതൽ 10 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന സയൻസ് ആൻഡ് മാത്സിൽ മിടുക്കരായ കുട്ടികളെ നിങ്ങൾ ഈ വെക്കേഷൻ അടക്കം എൻഗേജ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും മികച്ചൊരു പ്രോഗ്രാമാണ് X&Yയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. IITs ഡോക്ടേഴ്സുമായിട്ടുള്ള ആളുകളെല്ലാമാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.